ഹായ് കൂട്ടുകാരെ, ഇത് രാജീവാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറും മാങ്ങാക്കറി. വളരെ സ്വാദിഷ്ടമായ ഒരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ മാങ്ങയാണ്. കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു 200 ഗ്രാം തേങ്ങ. നമുക്കിനി മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയ പുളിയും ചെറിയ മധുരമുള്ള മാങ്ങയാണ് ഏറ്റവും നല്ലത് വെറും മാങ്ങ കറി വയ്ക്കാൻ. വെറും മാങ്ങ കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. നമുക്ക് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരപ്പ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ അരയാൻ പാടില്ല. ഒരു മീഡിയം ലെവലിലാണ് അരച്ചെടുക്കേണ്ടത്. നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ശകല എണ്ണ ചട്ടിയിലേക്ക് ഒന്ന് തൂത്ത് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. പിന്നെ എല്ലാ വശത്തും ഒന്ന് തൂത്ത് കൊടുത്തേക്കാം. എണ്ണ ഇങ്ങനെ ഇത് തൂത്ത് കൊടുക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. അതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിക്കാം. മാങ്ങ കറിക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കഴുകി ഒഴിച്ച വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം മാങ്ങയിൽ നിന്നും കൂടെ ഇനിയും വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നിൽക്കേണ്ടത്. അധികം വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല. അരപ്പെല്ലാം മാങ്ങയിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാങ്ങക്കറി അടച്ചു വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ ഫ്ലെയിം ഫുള്ളാണ്. ഫുൾ തീയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കറി ഒന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടും. മാങ്ങക്കറി ഒന്ന് തുറന്നു നോക്കി ചെക്ക് ചെയ്യാം. ഒന്ന് ചുറ്റി കൊടുക്കാം. മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ്. ഏകദേശം ഒരു
15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു കറിയാണ്. വളരെ ഈസി ആൻഡ് സിമ്പിളാണ്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക. നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങക്കറി റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു വെരി മച്ച്.